ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ 3 ലെസൺ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇന്ന് 4ാമത്തെ ലെസൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ്. അപ്പൊ എന്താണത്? ചങ്ങമ്പുഴയുടെ ഒരു ഗ്രാമരംഗം അല്ലെ. ചങ്ങമ്പുഴയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചങ്ങമ്പുഴയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? എന്താ പറയാ, ന്യൂ ജനറേഷൻ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ പഴയ കുട്ടികളെ പോലെയല്ല ഇന്നത്തെ നമ്മളെ ഒരു കാലം തന്നെ മുമ്പോട്ട് പോകുന്നത് അല്ലെ. പഴയ ഒരു കാലത്തിലെ കുട്ടികളെ പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മള് നടക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മളെ മുമ്പേ ഓടുകയാണ് അല്ലെ. അത്രയും വേഗത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെ. അപ്പൊ അത് നല്ലതിന് മാത്രം ഉപയോഗിക്കുക. നല്ലതാണ്, സ്മാർട്ട് ആവുന്നത് നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷെ എന്ത് ചെയ്യണം നമ്മള്? കുട്ടികള്, നിങ്ങൾ വളർന്നു വരുന്ന തലമുറ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം അല്ലെ. അച്ഛനമ്മമാരെയൊക്കെ അനുസരിച്ച്, മുതിർന്നവരെയൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം അല്ലെ. നമ്മൾ ഓരോ പാഠവും പഠിക്കുന്നത് എന്തിനാ? ഇതൊക്കെ പഠിക്കുന്നത് ഇതൊന്നും പഠിച്ച് കാണാതെ എക്സാം എഴുതുന്ന എല്ലാ കാര്യവും അല്ലെ. നമ്മുടെ അതിൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു മുതൽക്കൂട്ട് ഉണ്ടാവണം നമ്മൾ പഠിക്കുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് മലയാളത്തിലെ വലിയ കാര്യങ്ങളൊന്നുമില്ല അല്ലേ. പക്ഷെ ഇതെന്താണ് ഇതിന് പറഞ്ഞു തരുന്നത്? ഓരോ ഗുണപാഠങ്ങളാണ്. നമ്മള് മലയാളത്തിൽ ഞാൻ മെയിനായി ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു നല്ല എന്തെങ്കിലും തീം പറയാന്നുള്ള ഒരു ഉദ്ദേശമാണ് മിസ്സിനുള്ളത് അല്ലെ. അപ്പോ ചങ്ങമ്പുഴയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അപ്പോ പഴയ കാലത്തെ ഒരു രീതിയെ അല്ല നമുക്ക് ഇന്ന് നമ്മള് എല്ലാം എന്താ പറയാ എങ്ങോട്ട്. അതാണ് ഈ ഒരു ഗ്രാമരംഗം എന്നുള്ള കവിതയിൽ തന്നെ പറയുന്നത്. എന്ത്? പഴയൊരു തലമുറയിലെ ജീവിതേ അല്ല അല്ലെ നമുക്ക് ഇന്നുള്ളത്. ഇന്നെല്ലാം എന്താ പറയാ ഒരു മെക്കാനിക് യുഗാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചപ്പും ഹരിതഭംഗിയും ഒക്കെ മാറിപ്പോയിട്ടാണുള്ളത്. ഇപ്പൊ നമ്മളെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് ഫിറ്റ് ചെയ്യണം അല്ലെ. നമ്മുടെ മുറ്റത്തൊക്കെ ചില വീടുകളിൽ നമ്മൾ എന്താ ചെയ്യുന്ന? റെഡിമെയ്ഡ് ആയിട്ട് പച്ചപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഒറിജിനാലിറ്റി അല്ല അല്ലെ. ഒറിജിനാലിറ്റി തോന്നുമെങ്കിലും അതൊക്കെ മെയ്ഡ്, അത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ടെക്നോളജിയുടെ കണ്ടുപിടുത്തം ഇംഗ്ലീഷിന്റെ നിങ്ങളെ പാഠത്തിൽ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ. അപ്പോ ചങ്ങമ്പുഴ പഴയ കാലത്തെ ഒരു ഗ്രാമരംഗത്തെ പറ്റിയാണ് എഴുതിയത്. അപ്പൊ ചങ്ങമ്പുഴയുടെ ഒരു ഗ്രാമരംഗം, അതാണ് നമ്മുടെ 4ാമത്തെ ലെസൺ. അപ്പൊ ചങ്ങമ്പുഴയെ പറ്റി ഒന്ന് പറയാ. എന്താ? മലയാള കവിതയിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മലയാള കവി. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. ബാഷ്പാഞ്ജലി, രമണൻ, സങ്കല്പകാന്തി, രക്തപുഷ്പങ്ങൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സ്വരരാഗസുധ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1948 ജൂൺ 17 അന്തരിച്ചു. മിസ് കാനന ചായലില്ല അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ രമണനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ ചങ്ങമ്പുഴയുടെ ഒരു ഗ്രാമരംഗം എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. എന്താ? മലരേണിക്ക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? ശ്രദ്ധിക്കണേ. മലരേണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണി തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദൂരെ പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പരപ്പും കളകളം പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന
പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പൊൻചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധാനിതമാം പല പല താഴ്വരത്തോപ്പുകളും പവിഴക്കതിർക്കുല ചാർത്തണിഞ്ഞ പരിചഴും നെൽപ്പാടവീഥികളും ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവേറും ഗ്രാമരംഗം ഭുവനേക സ്വർഗമായി തീർത്തിരുന്നു. അപ്പോ എന്താ പറഞ്ഞത്? ഇതൊക്കെ കൂടി ആ ഗ്രാമരംഗത്തിന് എന്ത് ചെയ്തു? ഭുവനേക സ്വർഗമായി തീർത്തിരുന്നു അല്ലെ. ഇതെല്ലാം കൂടി എന്തായി? ഒരു സ്വർഗമാക്കി തീർത്തിരിക്കുകയാണ് അല്ലെ. എന്താ പറയുന്നത്? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി അല്ലെ. മലരണിഞ്ഞ, അതായത് പൂക്കൾ കൊണ്ട് പൂക്കൾ നിറഞ്ഞ മരങ്ങളാലും പിന്നെയോ തിങ്ങി നിറഞ്ഞിറക്കുന്ന സ്വർണവർണ്ണമാർന്ന സൗന്ദര്യത്താലും മനസ്സ് നിറഞ്ഞു പോകുന്നു അല്ലെ. ഇതൊക്കെ കാണുമ്പോ എന്താ? പൂക്കളും നല്ല ഹരിത പച്ചപ്പും കണ്ടിട്ട് മനസ്സ് നിറഞ്ഞു പോകുന്നു. ആദ്യത്തെ വരികളിൽ അതാ വന്നത്. പിന്നെന്താ? കരളും മിഴിയും കവർന്നു മിന്നി കരേറ്റൊരലസൽ ഗ്രാമം. ഈ ഗ്രാമഭംഗി ഒക്കെ കണ്ടിട്ട് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും പിന്നെ ഹരിത ഭംഗി, പച്ചപ്പ് നിറഞ്ഞ ഭംഗി. കേൾക്കുന്നില്ലേ മക്കളെ? ഓക്കെ ആണോ ബാക്കി എല്ലാവർക്കും? നിജാദേ കേൾക്കുന്നില്ല അല്ലെ? ഓക്കെ. ഇതൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകുന്നു എന്നാ പറയുന്നത്. പിന്നെന്താ അടുത്ത എന്താ പറഞ്ഞേ? ഉളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി. കുന്നിന് പുറത്ത്, അതാ കുന്നിനെ അറിയാലോ, മലനിരകള്. പുറത്തു വീണ് കിടക്കുന്ന മഞ്ഞുകണങ്ങളാൽ, കുന്നിന്റെ പുറത്ത് വീണ് കിടക്കുന്ന മഞ്ഞുകണങ്ങളാൽ പ്രഭാത സൂര്യൻ എന്ത് ചെയ്യുന്നേ? മലയുടെ മുകളിലായി വന്ന് എത്തി നോക്കുന്നത് പോലെ തോന്നുന്നു അല്ലെ. അപ്പോ മഞ്ഞുകണങ്ങളില് സൂര്യൻ തട്ടുന്നു, അത്രയേ ഉള്ളൂ. കവിയുടെ വരികളില് ഒരുപാട് കൽപ്പനകളിൽ കവി വർണ്ണിക്കുന്നതാണ്. അപ്പോ എത്തി നോക്കുന്നത് പോലെ, വിടർന്നു നിൽക്കുന്ന പോലെയും തോന്നുന്നു. പിന്നെയോ ഈ പ്രഭാതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കുമോ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം എന്താ കാണുന്നത്? പൂത്തുലഞ്ഞ മരങ്ങൾ, അതായത് വസന്തകാലം നല്ല നിറഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ വിടർന്നു നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാവും മനസ്സിലല്ലേ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല രസമായിരിക്കും. സീറ്റ് ഔട്ടിൽ ഇരുന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ അല്ലേ. ആ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. എവിടെയൊക്കെ നോക്കിയാലും അവിടൊക്കെ എന്താ കാണുന്നത്? പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങളും ചെടികളുമാണെന്നാ പറയുന്നത്. പിന്നെയോ ഒരു കാറ്റ് വന്നാൽ എന്ത് ചെയ്യും? എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങൾ, ഒരു മന്ദമാരുതൻ, ഇളം തൈത്തനൽ നമ്മൾ കഴിഞ്ഞ വാരത്തെ പഠിച്ചു, മന്ദമാരുതൻ അല്ലെ. അപ്പൊ മന്ദമാരുതൻ ഇളങ്കാറ്റെങ്ങാനും വീശിയാലോ എന്ത് ചെയ്യും? അവിടൊക്കെ പൂക്കൾ കൊണ്ട് ഒരു മഴ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ പൂക്കള് കാറ്റ് വരുമ്പോ എന്ത് ചെയ്യും? നിറഞ്ഞ മരങ്ങൾ നിറച്ചു പൂണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം വീഴും അല്ലെ കാറ്റത്ത്. അതാണ് പറഞ്ഞത്. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂവിന്റെ ഒരു മഴയായിട്ട് അനുഭവപ്പെടും അല്ലെ. പിന്നെയോ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പരുപ്പും. എന്താ പറഞ്ഞേ? തളിരും പൂവുകളും ചെടികളും കളകളാരവം മുഴക്കുന്ന പക്ഷികളും എന്തൊക്കെയുള്ളത് കൊണ്ട് അവിടെ ആകെ എന്താ? ശബ്ദമുഖരിതമാണല്ലേ. തളിരുകളുണ്ട്, പൂക്കളുണ്ട്, ചെടികളുണ്ട്, പിന്നെന്താ? കളകളാരവം മുഴക്കുന്ന പക്ഷികളുണ്ട്. ഇതൊക്കെ കൊണ്ട് എന്താണ്? ആ പ്രദേശം മൊത്തം, ആ ഗ്രാമരംഗമൊക്കെ ശബ്ദമുഖരിതമാണ് അല്ലെ. ശബ്ദം കൊണ്ട് നിറഞ്ഞാണ്. പിന്നെയോ ചെറിയ കല്ലുകളിൽ തട്ടിത്തെറിച്ചു പോകുന്ന ചോലകളും. പിന്നെന്താ ഉള്ളത്? അവിടെ ആകെ ഒരു എന്തൊക്കെ കൊണ്ട്? തളിര്, പൂവുകള്, ചെടികള്, കളകളാരവം മുഴക്കുന്ന
പക്ഷികള്, പിന്നെന്താണ് ചെറിയ കല്ലുകൾ തട്ടിത്തെറിച്ചു പോകുന്ന ചോലകള്, ഇവയൊക്കെ കൊണ്ട് അവിടെ ആകെ എന്താ ഒരു സുന്ദര ചിത്രം വരച്ച പോലെ, പിന്നെന്താ ഉള്ളത്, ചിത്രം വരച്ച പോലെ വരി നിൽക്കുന്ന കുന്നുകള്, പലതരത്തിലുള്ള വൈവിധ്യത്താലും സ്വർണ്ണ നിറമാർന്ന കതിർക്കുലകൾ എന്തിനാണ് നെൽപ്പാട സ്വർണ്ണ നിറഞ്ഞത് പറഞ്ഞത്? സ്വർണ്ണ കളറിന് നെല്ലൊക്കെ എന്താണ് നിറഞ്ഞ നെല്ലിന്റെ കളറാണ് അല്ലേ, സ്വർണ്ണ കളറ്. അതാണ് സ്വർണ്ണ നിറമാർന്ന കതിർക്കുലകള്. പിന്നെന്താ നിറഞ്ഞ പാടത്താലും ഇടയബാലന്റെ പാട്ടിനത്തൊഴുകി പോകുന്ന തോടുകള്, താമര നിറഞ്ഞ പൊയ്കകള്, ഇവയൊക്കെ കൊണ്ട് ആ ഗ്രാമരംഗം എന്താണുള്ളത്? ഒരു ഭുവനേക സ്വർഗമായിട്ടാണ് കവി വർണ്ണിക്കുന്നത് അല്ലെ. എന്തൊക്കെയാ ഉള്ളത് ഗ്രാമത്തില്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് മൊത്തത്തിൽ ഇതിന്റെ ഒരു അർത്ഥം എന്താ? മലരണിഞ്ഞു നിൽക്കുന്ന കാടുകളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അല്ലെ. പിന്നെയോ സ്വർണ്ണവർണ്ണമാർന്ന സൗന്ദര്യത്താൽ ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകുന്നു. പിന്നെയോ സുന്ദരമാർന്ന ആ ഗ്രാമഭംഗിയിൽ കുന്നിന് പുറത്ത് വീണ് കിടക്കുന്ന മഞ്ഞുകണങ്ങളെ പ്രഭാത സൂര്യൻ എന്ത് ചെയ്യുന്നു? മലയുടെ മുകളിലായി വന്ന് എത്തി നോക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. പിന്നെയോ ഈ പ്രഭാതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങളാണുള്ളത്. അതുകൊണ്ട് ഒരു ചെറിയൊരു മന്ദമാരുതം തന്നെ വീശിയാൽ എന്താവും? ഇവിടൊക്കെ പൂമഴ സൃഷ്ടിക്കപ്പെടും അല്ലെ. പൂക്കൾ ഉതിർന്നു വീഴും. അതുകൊണ്ടൊരു തുരുതുരെ പൂമഴയായി പൂക്കൾ കൊണ്ടുള്ള ഒരു മഴ തന്നെ ഉണ്ടാവും. പിന്നെയോ തളിരും പൂവുകളും ചെടികളും കളകളാരവം മുഴക്കുന്ന പക്ഷികളും കൊണ്ട് അവിടെ ആകെ ശബ്ദ മുഖരിതമാണ് അല്ലെ. കളകള പക്ഷികളുടെ ശബ്ദം കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെയോ ചെറിയ കല്ലുകളിൽ തട്ടിത്തെറിച്ചു പോകുന്ന ചോലകള്, അവിടെ ആകെ ഒരു സുന്ദര ചിത്രം വരച്ച പോലെ വരി നിൽക്കുന്ന കുന്നുകള്, പലതരത്തിലുള്ള സസ്യ വൈവിധ്യത്താലും സ്വർണ്ണ നിറമാർന്ന കതിർക്കുലകൾ നിറഞ്ഞ പാടത്താലും, അതായത് നെല്ലെല്ലാം നല്ല നിറഞ്ഞു നിൽക്കുന്നതാണ്, അതുകൊണ്ട് ആ സ്വർണ്ണ നിറം എന്ന് പറയും. പാടത്താലും ഇടയബാലന്റെ പാട്ടിനത്ത് ഒഴുകി പോകുന്ന തോടുകള്, ഇടയെന്ന് പറഞ്ഞാലാണ് പശുവിനെ വെച്ചുകൊണ്ട് പോകുന്ന ഇടയബാലൻ. തോടുകള്, താമര നിറഞ്ഞ പൊയ്കകള് ഒക്കെ കൊണ്ട് ആ ഗ്രാമം എന്തായി? ഒരു സ്വർഗമാക്കി തീർന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണ് ഇതിന്റെ മൊത്തം അർത്ഥം വരുന്നത്. അപ്പോ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മലര് പറഞ്ഞ പൂക്കളാണ്, അറിയാൻ നിങ്ങൾക്ക് അല്ലെ. മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും, പൂക്കൾ നിറഞ്ഞതും പച്ചപ്പ് നിറഞ്ഞതെല്ലാം കൊണ്ട് നമ്മുടെ മനസ്സ് എന്ത് ചെയ്തു? കവർന്ന് മനസ്സ് നിറഞ്ഞു പോകുന്നു. പിന്നെന്താ? ഉളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നോക്കി എന്ന് ആര് നോക്കുന്നത്? സൂര്യനെത്തി നോക്കുന്ന അല്ലെ. പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി, മാമല പറഞ്ഞ കുന്ന്, കുന്നിന്റെ ശ്രേണി നിര, നിരയുടെ ഇതിലായി വന്ന് എന്ത് ചെയ്യുന്നു? സൂര്യൻ എത്തി നോക്കും പോലെ തോന്നുന്നു. പിന്നെന്താ? എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടൊക്കെ എന്താ ഉള്ളത്? പൂത്ത മരങ്ങള് മാത്രമുള്ളത്, പുഷ്പിച്ച മരങ്ങള്. അതുകൊണ്ട് തന്നെ ഒരു ഇളം കാറ്റെങ്ങാനും വന്നുപോയാൽ എന്ത് ചെയ്യും? തുരുതുരെ പൂമഴയായി മാറും അല്ലെ. പൂക്കൾ ഉതിർന്നു പോകും. ചിത്രത്തിൽ തന്നെ കാണുന്നത്. പിന്നെയോ ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയ തുരുതുരെ പൂമഴയായി പിന്നെ കളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പരപ്പും എന്ന് തളിര്, പൂവുകള്, ചെടികള്, പിന്നെന്താ? കളകളാരവം മുഴക്കുന്ന കിളികള് ഉള്ളത്, ഇളകിപ്പറക്കുന്ന പക്ഷികള്, കിളികള്, പരിമൃദു കല്ലോല വീണമെട്ടി പതഞ്ഞു പോകും ചോലകളും, ചെറിയ ചെറിയ കല്ലുകൾക്ക് അരുവികള്, എങ്ങനെയാ? കല്ലുകൾ തട്ടിയിട്ട് മുമ്പോട്ട് പോകുന്നല്ലേ, അരുവികള്. പിന്നെന്താ ഉള്ളത്? ഒരു സുന്ദര ചിത്രം, നല്ലൊരു ചിത്രം വരച്ച പോലെ വരി നിൽക്കുന്ന കുന്നുകള്. പിന്നെയോ പരശത സസ്യ വിധാനിതമാം പല പല താഴ്വര തോപ്പുകള്, പലതരത്തിലുള്ള സസ്യ വൈവിധ്യത്താല് സ്വർണ്ണ നിറഞ്ഞു നിൽക്കുന്നത്, പച്ചപ്പ് ഒരുപാട് ഉള്ളത് പറഞ്ഞേ. പിന്നെന്താ? സ്വർണ്ണ നിറമാർന്ന നെൽപ്പാടം, നെൽപ്പാടത്തിൽ നിന്ന നെല്ലൊക്കെ വിടർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താ? സ്വർണ്ണ നിറം കൈപ്പറ്റിയിട്ടുണ്ട് അല്ലെ. പിന്നെന്താ ഉള്ളത്? ഇടയബാലന്റെ പാട്ടിനൊത്ത് പോകുന്ന തോടുകള്, തോടുകൾ അറിയാലോ, ചെറിയ ചെറിയ അരുവികള്, താമര നിറഞ്ഞ പൊയ്കകള്, താമരപ്പൂക്കൾ നിറഞ്ഞ പൊയ്ക പറഞ്ഞെന്താ? പൂന്തോട്ടം അല്ലെ. പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇതൊക്കെ കൊണ്ട് എന്താണ്? ഇവയെല്ലാം ആ വെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു അല്ലെ. ഒരു സ്വർഗമാക്കിയിട്ട്
തീർന്നിട്ടാ ഉള്ളത് കവിയുടെ വരികളിൽ അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഗ്രാമരംഗത്തിന് മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരു ഗ്രാമരംഗത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ ചങ്ങമ്പുഴ വർണ്ണിച്ചത് അല്ലെ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവൂല, കാണുന്നുണ്ടാവൂല അല്ലെ. നിങ്ങൾക്കൊക്കെ ചിരി വരും, കാരണം ഇത്രയൊക്കെ ഭംഗിയുണ്ടോ നമ്മുടെ ഗ്രാമത്തിനും തോന്നും അല്ലെ. നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, നമ്മുടെ പ്രകൃതിയും. നമുക്കൊക്കെ ഇവിടെ പിന്നെയും കാണാനുണ്ടാവും, കുറച്ച് സിറ്റിയിലോട്ട് പോയാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് നമ്മളെ വീടിന് മുമ്പിൽ അല്ലെ, ഒറിജിനാലിറ്റിയിലൊന്നും ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് ചങ്ങമ്പുഴ പറഞ്ഞ ആ ഗ്രാമത്തിന് എന്താ ഭുവനേക സ്വർഗമായ ഒരു സ്വർഗം തന്നെ തീർത്തിരിക്കുന്ന പോലെ തോന്നും. ചങ്ങമ്പുഴ പാടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും അർത്ഥം മനസ്സിലാവാതെ ഉണ്ടോ ഇതില്? ഒന്നുകൂടി പാടാ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തി, കാന്തി പറഞ്ഞ ഭംഗി, ശോഭ എന്നൊക്കെ അർത്ഥം. മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി അല്ലെ. ഇതൊക്കെ നിറഞ്ഞ് നമ്മുടെ ഗ്രാമം വല്ലാതെ ഭംഗിയിലാണുള്ളത്, മനസ്സ് നിറഞ്ഞു പോകുന്നു. പിന്നെയോ പുളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞള പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്ന് ആരെത്തി നോക്കി? സൂര്യനെത്തി നോക്കി അല്ലെ. പിന്നെന്താ പറയുന്നത്? എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലോ എന്നാ അവിടെയൊക്കെ പൂത്ത മരങ്ങൾ മാത്രമാണ് കാണുന്നത് അല്ലെ. പിന്നെയോ ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ, ഒരു ചെറിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ തുരുതുരെ പൂമഴയിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാനൊന്നുമില്ല അല്ലെ, അവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടർപ്പും, വൃക്ഷത്തിന്റെ തളിരുകള് പൂവുകള് പടർന്നു നിൽക്കുന്ന അല്ലെ. പിന്നെയോ തണലും തണുവണി പുൽപ്പരപ്പും കളകളം പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും, കളകളാരവത്തോടുകൂടി പറന്നു നടക്കുന്ന പക്ഷികള്, പരിമൃത് കല്ലോല വീണ മീട്ടി പതറിപ്പതഞ്ഞു പോം ചോലകൾ അല്ലെ, ചെറിയ ചെറിയ ശബ്ദം മുഴക്കി ഇങ്ങനെ പോകുന്ന ചോല അരുവികള്, ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകള്. പിന്നെ എങ്ങനെയാ കുന്നുകൾ നിൽക്കുന്നത്? ഒരു നല്ല ചിത്രം വരച്ച പോലെ അല്ലെ കുന്നുകളും, പരശത സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും. പരശത സസ്യമാം വിധാനിതമാം, അതായത് പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ചെടികള്. പിന്നെയോ പലപര താഴ്വര തോപ്പുകൾ, പവിഴക്കതിർ കുലച്ചാത്തഴിഞ്ഞ പരിചെഴും നെൽപ്പാട വീതികളും, സ്വർണ്ണ നിറമാർന്ന നെൽപ്പാടങ്ങള്, ഇടയന്റെ പാട്ടിൽ അലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും. ഇടയന്റെ പാട്ട് അല്ലെ, ഒഴുകുന്ന തടിനി തോടുകള്, താമരപ്പൂക്കൾ നിറഞ്ഞ പൊയ്കകള്, ഇവയെല്ലാം കൊണ്ട് എന്തായി ആ ഗ്രാമരംഗമാകെ ഒരു സ്വർഗത്തിനെ പോലെ തോന്നിക്കുന്നു എന്നാ പറഞ്ഞ. ഒരു സ്വർഗമായിട്ട് ആണ് ചിത്രീകരിക്കുന്നത് ഈ ഗ്രാമത്തിന്. മനസ്സിലായോ എല്ലാവർക്കും? ഒരു ചങ്ങമ്പുഴയുടെ ഒരു ഗ്രാമരംഗം എന്ന കവിത മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ഇല്ല അല്ലെ, ഇതില് സിമ്പിൾ ആണല്ലേ ഈ കവിതകള്, ഒരുപാടൊന്നും ഇല്ല ഇതിലർത്ഥം. അപ്പോ മരതക കാന്തി അർത്ഥമുണ്ട് ഇപ്പഴ കേട്ടോ. ഇപ്പൊ ഈ പാട്ട് എഴുതാൻ നമുക്കൊന്ന് പാടാം. ആരാ ഇന്ന് പാടുന്ന ഈ പാട്ട്? ശ്രീ വിഷ്ണു. ഓക്കെ, ശ്രീ വിഷ്ണു ഒന്ന് പാടിയ. ശ്രീ വിഷ്ണു എന്നാ ശ്രീ വിഷ്ണു അൺമ്യൂട്ട് ചെയ്ത് പാടിക്കുമാനെ. മിസ് ആരെയും അൺമ്യൂട്ട് ചെയ്യില്ല, മ്യൂട്ട് ചെയ്യില്ല. ശ്രീ വിഷ്ണു സ്ട്രക്കായ? നെക്സ്റ്റ് ജോയൽ എന്ന് പാടിയ മോനെ. ജോയൽ സ്ട്രക്കായി. ജോയൽ റെജിനോൾ.
അഫ്രാസ് പാടിയ മോനെ. പാടിക്കോ. മലരണ കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയേറ്റൊരാലസൽ ഗ്രാമഭംഗി ഉലകം കരയേറ്റൊരാലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മന്നല പുലുകി നീക്കി പുലരുളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെത്തിരുന്നു നോക്കിയാലവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ പൂമഴയായി പിന്നെ തളിരും മലരും തരുപടർപ്പും തണലും തണുവാണി പുൽപ്പരപ്പും കളകളം പെയ്തൊന്നുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞുപോം ചോലകളും. ഒരു നല്ല ചിത്രം വരച്ച പോലെ വരിവരി നിൽക്കുന്ന കുന്നുകളും പല പല താഴ്വരത്തോപ്പുകളും തണിഞ്ഞ പരിചകളും നെൽപ്പാടം വീതികളും ഇടയത്തെ പാട്ടിലൊഴുക്കും തടിരിയും താമരപ്പൊയ്കകളും ഇവയെല്ലാം വെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഹലീമ. പാടിക്കോ. മലരകൾ തിങ്ങി വിങ്ങി മരതക കാന്തികൾ മുങ്ങി മുങ്ങി കരടും മെഴിയും കവർന്നു മിന്നി കറയേറ്റൊരലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മന്നല പുലുകി നീക്കി പുലരുളി മാമല ശ്രേണികൾ താൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി അവിടെത്തിരുന്നു നോക്കിയാലോ അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുര പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പരപ്പും കളകളം ഇളക്കി പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണ മീട്ടി പതറിപ്പതഞ്ഞുപോം ചോലകളും. ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും
പരശുദ്ധ സസ്യ വിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർക്കോലർച്ചണിഞ്ഞ പരിചൊരു നെൽപ്പാടവീഥികളും ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമരപ്പൊയ്കകളും ഇവയെല്ലാം മാവേറും ഗ്രാമരംഗം ഭുവനേക്കാൾ സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ്. ഓക്കെ, വരുന്നുണ്ട്. മലരക കാടുകൾ തിങ്ങി വിങ്ങി നരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കമർന്നു മിന്നി കയറിട്ടൊരാലസം ഗ്രാമ ഭംഗി ഉലകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞാല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെ നോക്കി എവിടെ തിരിഞ്ഞു നോക്കിയാൽ എന്തെവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റാൻ വന്നു പോയാൽ ദൂര പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടപ്പും തണലും താണുവാണി പുൽപ്പരപ്പും കളകം പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദുക്കളുള്ള വീണ നീട്ടിപ്പതറിപ്പറഞ്ഞു ചോലകളും ഒരു നല്ല ചിത്രം വരച്ചു പോലെ വരി നിൽക്കുന്ന കുന്നുകളും താഴ്വരത്തോപ്പുകളും പവിഴക്കതിർ പരിചയും നെൽപ്പാട വീതികളും ഇടയന്റെ പാട്ടിലൊഴുകും തടിനിയും താമരപ്പൊയ്കകളും ഇവയെല്ലാം വയറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർന്നിരുന്നു. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? എന്തായി? ശ്രീവിഷ്ണു, ജോയൽ ആയോ? റെഡി ആയോ? ഓക്കെ, ജോയൽ എന്നാ വായിച്ചേ. മലരണിക്കാടുകളും തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരച്ചൊരാലസൽ ഗ്രാമഭംഗി പൂക്കളും പോൽ
വളം പോൽ ഉലകം. കുന്നിൻ പുറത്തു വീണ ജോയൽ. വായിക്കുന്നുണ്ടോ ജോയൽ? കേൾക്കുന്നില്ല നമുക്ക്. കേൾക്കുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വീഡിയോ ഓൺ ചെയ്തേ ഹെവൻ. വായിച്ചേ. ജോയൽ വായിക്കുന്നുണ്ടോ? വായിച്ചേ. കേൾക്കുന്നില്ല മോനെ. കേൾക്കുന്നില്ല പക്ഷേ. കേൾക്കുന്നില്ല. ജസ്റ്റസ് വായിച്ചെന്നാല്. കേൾക്കുന്നില്ല ജോയിലേ. മോന്റെ സൗണ്ട് ഇവിടെ എത്തുന്നില്ല നമുക്ക്. മോൻ വായിക്കുന്നുണ്ട്. ജസ്റ്റസ്. മലരണി കാടുകൾ തിങ്ങി തിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. ഇവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാല് അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നു പോയാൽ തിരുദൂരെ പൂമഴയായി പിന്നെ തളിരും മലരും പരുപ്പടർപ്പും തണലും തണുവാടി പുൽപ്പരപ്പും കളകളം പെയ്തങ്ങുമിങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും പരിമൃദു വീണമീട്ടി പതറിപ്പതഞ്ഞും ചൂലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരിശുദ്ധ സസ്യവിധാനിതമ പല പല താഴ്വര തോപ്പുകളും പവിഴക്കാതിൽ കുലച്ചാത്തണിഞ്ഞ പരിചയം നെൽപ്പാട വീതികളും ഇടയന്റെ പാട്ടിൽ അലിഞ്ഞൊഴുകും കടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവേറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർന്നിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരാൾക്കും കൂടെ വായിക്കാം. ആതിര വായിച്ചേ. ആതിര. ഒരു ഗ്രാമരംഗം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂഴൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല കെണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലേ അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നു പോയാൽ തുരുതൂരെ പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടപ്പും തണലും തണുവാണി പുൽപ്പരപ്പും കളകാളം പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമിട്ടി പതറിപ്പതഞ്ഞു ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരിസര സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കാതിൽ പൂല ചാത്തണിഞ്ഞ പരിചയം നെൽപ്പാട വീതികളും ഇടേന്റെ പാട്ടിൽ അലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവേറു ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വായിക്കാത്തവര് അടുത്ത ക്ലാസ്സിൽ എന്തായാലും വായിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇതൊരു 3 times എങ്കിലും വായിച്ചിട്ട് വരണേ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.
പെൻഡ്രൈവ് എടുത്തിട്ടുണ്ടോ? പെൻഡ്രൈവ് എടുത്തിട്ടുണ്ടോ?